ഡേറ്റകൾ നിങ്ങൾ എങ്ങനെയാണ് കൈക്കലാക്കുകയെന്ന് ഹൈക്കോടതി ചോദിക്കണമെങ്കിൽ അതിന് സർക്കാർ മറുപടി പറയണമല്ലോ. അല്ല, ഇത് ഇപ്പൊ ജയചന്ദ്രൻ മാസ്റ്റർ അതിന്റെ തത്വം മൗലികമായ ചില തത്വങ്ങളിലേക്ക് കടന്നാണ് സംസാരിച്ചത്. ഇപ്പോൾ സ്വകാര്യത എന്നത് ഒരു വിലപ്പെട്ട മനുഷ്യാവകാശമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അത് എത്രമാത്രം പാലിക്കപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. അതിൽ തന്നെയാണല്ലോ ഈ മനസാക്ഷി സ്വാതന്ത്ര്യം തുടങ്ങിയ മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതിലൊന്നും ഇപ്പൊ കടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ സ്വകാര്യത നമ്മളിപ്പോൾ ടെലിഫോൺ ടാപ്പിംഗ്, നമുക്ക് ആദ്യമായി നമ്മൾ പരിചയപ്പെട്ട ഒരു സ്വകാര്യത ലംഘനം അതായിരുന്നു. ഇവിടെ ടെലിഫോൺ ടാപ്പിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും യന്ത്ര സംവിധാനം ഉപയോഗിച്ചുള്ള വിവര ചോരണമോ അല്ലല്ലോ നടന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് ആധുനിക കാലത്ത് നമ്മൾ ഏർപ്പെടുന്ന പലതരത്തിലുള്ള വിനിമയങ്ങളിലൂടെ നമ്മുടെ പല വിവരങ്ങളും, നമ്മുടെ പേര്, അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ അഭിരുചികൾ എല്ലാം അതൊരു പൊതു സ്വത്തായി മാറുന്നുണ്ട്. അതിന്റെ തെറ്റായ വിനിമയം അതാണ് നിയമം മൂലം ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ആ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ലോകവ്യാപകമായി എല്ലാ രാജ്യങ്ങളെയും അലട്ടുന്ന വിഷയമാണ്. ഇവിടെ നമ്മൾ ആ വിഷയത്തെ അതിൻ്റെതായ അത്രയും ഗൗരവത്തിൽ കാണുമ്പോൾ ഇവിടെ സംഭവിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പായി മുഖ്യമന്ത്രി ജനങ്ങളുമായി വ്യക്തിപരമായ ആശയവിനിമയം ഇങ്ങനെ കിട്ടിയ ഫോൺ നമ്പറുകളിലൂടെ നടത്തി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഉടനെ ഇല്ലെങ്കിൽ ഇത്രയും ആക്ഷേപം ഉണ്ടാകുമായിരുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അത് ചെയ്യാത്ത ഗവൺമെന്റ് ആരാണ്? ലഭ്യമായ ഏത് സൗകര്യം ഉപയോഗിച്ചും വോട്ടർമാരുമായി വ്യക്തിപരമായ ആശയവിനിമയം നടത്താത്ത ആരുമില്ല. അതിൻ്റെതായ ചില തെറ്റുകളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അത് പരിഹരിക്കുന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ വരുന്നത്. ഇവിടെ ടെലിഫോൺ നമ്പറുകൾ സർക്കാരിന്റെ കൈവശമുണ്ട്. ആ നമ്പറുകളിലൂടെ ചില വ്യക്തിപരമായ സന്ദേശങ്ങൾ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി, അത് തെറ്റോ ശരിയോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം, ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായി അത് ചെയ്തിരിക്കുന്നു എന്നതിൽ അത്ര ഗുരുതരമായ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന അത്രയും ഒരു തീവ്രതയിൽ അപലപിക്കേണ്ടതായ ഒരു മനുഷ്യാവകാശ ലംഘനമോ. സർ, ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമാണെന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ CPM നേതാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പോരെ? അത്തരം ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ്, കാരണം എനിക്ക് അത്തരം ഒരു മെസ്സേജ് വന്നിട്ടില്ല. സർക്കാർ ജീവനക്കാർക്കാണ് അത്തരത്തിലൊരു അവരുടെ ശമ്പളവും മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്ക് അല്ലെങ്കിൽ ആപ്പാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, ഈ മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി 25 മുതൽ ആരംഭിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇതിനായി 1050 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ കരുതൽ ഇനിയും തുടരും, ജനങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന വാഗ്ദാനം പാലിക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ട് മെസ്സേജ്. അതിലെന്ത് തെറ്റ്, അതിലെന്താ അപാകതയുള്ളത്? അല്ല, പിന്നെ ഹൈക്കോടതി അതല്ലേ ചോദ്യം, ഹൈക്കോടതി എന്തിനാണ് പിന്നെ അത് തെറ്റെന്ന് പറയുന്നത്? അല്ല, അതായത് പറഞ്ഞ ചില വിഷയങ്ങളിൽ ഹൈക്കോടതി തെറ്റ് എന്ന് പറയും, ആ തെറ്റ് ചിലപ്പോൾ സുപ്രീം കോടതി ശരി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നീങ്ങുന്നത്. അതും നടന്നുകൊള്ളട്ടെ. നമ്മൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന്റെ അടിസ്ഥാനമാക്കിയാണല്ലോ ചർച്ച നടത്തുന്നത്. അവിടെ ഇത്രമാത്രം ആശങ്കപ്പെടുന്നതിനും ഉത്കണ്ഠപ്പെടുന്നതിനുമുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പല പേരുകളിലും പല രൂപത്തിലും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും ചെയ്യുന്നത്. ഈ ആശയവിനിമയം അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതിനുവേണ്ടി ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും എല്ലാവരും പ്രയോഗിക്കുകയും വേണം.